എന്തോ അച്ഛമ്മ പരിപാടി? അതെ, ഇന്നാളിലാണേലേ കൊഴുക്കട്ട ഉണ്ടാക്കില്ല, ഒരു കളർഫുൾ കൊഴുക്കട്ട. അന്ന് നിങ്ങൾ എന്നോട് ചോദിച്ചില്ലായിരുന്നോ ഇതെന്താ ഇത് ഫുഡ് കളർ ചേർത്താണോ എന്നൊക്കെ? ഓർമ്മയുണ്ടാ? ആ, അത് ഇന്ന് കാണിച്ചു തരാം. ആ സീക്രട്ട് ഇന്ന് പൊളിക്കുന്നതായിരിക്കും. വാ, ഇതേ തേങ്ങയാണെങ്കിൽ ഞാൻ ഇട്ട് കൊടുക്കുവാണേ. ഇനി ഇതിനകത്തോട്ടെ ശർക്കര താണ്ട് ഞാനാണെങ്കിലും ഉരുക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അത് നമുക്ക് കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കാമേ. ഇനി ഇത് നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് ഇതിനെ ഒന്ന് എടുക്കാം കേട്ടോ. ഇതിനകത്തോട്ട് ഞാനാണെങ്കിൽ ഏലക്കായും ജീരകവും കൂടെ പൊടിച്ചത് ചേർക്കുന്നുണ്ട് കേട്ടോ. ദേ ഈ ഒരു ലെവലൊക്കെ ആകുമ്പോഴത്തേക്കും നമുക്ക് തീ ഓഫ് ചെയ്യാം. ദേ അതിനെ ഞാൻ ചെറുതായിട്ട് താണ്ട് ഇങ്ങനെ ഉരുട്ടി വെച്ചിട്ടുണ്ട്. ഇത് എളുപ്പത്തിൽ എടുത്ത് വെക്കാൻ വേണ്ടി കേട്ടോ. ദേ ഇനി നമുക്ക് വെള്ളം തിളപ്പിക്കാൻ വെക്കാമേ. ഇതിനകത്തോട്ട് നമുക്ക് ഇട്ട് കൊടുക്കേണ്ടത് ദേ ഇത് കണ്ടോ, ഇത് ശംഖുപുഷ്പമാണ് കേട്ടോ. ഇതിന്റെ കളറാണ്. ആ, ഇത് പക്ഷേ ആണെങ്കിൽ ഫ്രഷ് അല്ല, ഇത് ഉണക്കി അമ്മയാണെങ്കിൽ ഞങ്ങൾ ലീവിന് പോയപ്പോഴേ തന്നു വിട്ടത് കേട്ടോ. നോന തന്നു വിട്ടത്. ആ, നമ്മുടെ വീട്ടിലുണ്ടല്ലോ. അപ്പൊ അമ്മ അത് പാവം ഉണക്കി തന്നു വിട്ടതാണ്. അപ്പൊ ഇത് വെള്ളം നമ്മളാണെങ്കിൽ ഡീറ്റോക്സ് ആയിട്ടൊക്കെ കുടിക്കാൻ നല്ലതാണ് കേട്ടോ. അപ്പം അത് വെച്ചാണ് ഞാനിത് ഉണ്ടാക്കിയത് കേട്ടോ. ഇനി നമുക്ക് വെള്ളം തിളയ്ക്കുമ്പോഴത്തേക്കും ഇത് ഇട്ട് കൊടുക്കണം. വെള്ളം തിളച്ചിട്ടുണ്ടേ, ഞാനിത് അങ്ങോട്ട് ഇട്ട് കൊടുക്കട്ടെ. ഇതേ കണ്ടോ ഇത് തിളക്കുന്നത്? ഇപ്പം കണ്ടോ അതിന്റെ കളറൊക്കെ ഇറങ്ങി വരുന്നത് കണ്ടോ? എന്തോ അതിന്റെ സത്തൊക്കെ ഇങ്ങോട്ട് ഇറങ്ങട്ടെ. ഇനി ഇതിനൊന്ന് അരിച്ചെടുക്കണം. ദേ ഇത് ഞാൻ അരിച്ചെടുത്തു കേട്ടോ. ദേ ഈ ബൗളിൽ ഞാനാണെങ്കിൽ 2 ബൗള് അരിപ്പൊടി എടുത്തിട്ടുണ്ടേ. ഇനി ഇതിനകത്തോട്ട് നമുക്ക് ഉപ്പിട്ട് കൊടുക്കണം. ഉപ്പിട്ടിട്ടൊന്ന് ഞാൻ മിക്സ് ചെയ്തിട്ടുണ്ടേ. ഇനി നമുക്ക് ഈ നല്ല തിളച്ച വെള്ളം തന്നെ കേട്ടോ ഇത് ഒഴിച്ചു കൊടുത്ത് നമുക്ക് ഇത് കുഴച്ചെടുക്കണം. ദേ കണ്ടോ, നല്ലതുപോലെ ഞാൻ മയപ്പെടുത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ചൂടുവെള്ളമായിരുന്നു ആദ്യം സ്പൂൺ വെച്ചിട്ട് ഒക്കെ കുഴച്ചിട്ട് പിന്നെ കൈ കൊണ്ട് നല്ലപോലെ എടുത്തിട്ടുണ്ട് കേട്ടോ. ഇതാണെങ്കിലേ ഫ്രഷ് ശംഖുപുഷ്പമാണെന്നുണ്ടെങ്കിൽ നല്ല കളർ വരും. പക്ഷേ ഇത് നമ്മളാണെങ്കിൽ ഉണക്കി പൊടിച്ചതല്ലായിരുന്നു. അപ്പോൾ അതിൻ്റെതായ ഒരു കളർ ചെറിയൊരു വ്യത്യാസമുള്ളൂ കേട്ടോ. കണ്ടോ, നമ്മുടെ മാവ് റെഡി ആയിട്ടുണ്ട്. ഇനി ഇതിനെ നമുക്ക് ഉണ്ട പിടിക്കണം. ഞാൻ ഇതിനെ ഉരുട്ടിയൊക്കെ എടുക്കട്ടെ കേട്ടോ. ഇനി ഇതിന് നമുക്ക് കുഴി ഉണ്ടാക്കാമേ. ഇതിന് ഈ ഷേപ്പ് ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്ക് തേങ്ങ ഉരുട്ടിയത് അതിനകത്തോട്ട് വെക്കാം കേട്ടോ. എളുപ്പത്തിനാണെങ്കിൽ ഞാൻ ഉരുട്ടി വെച്ചതാണ്, കാരണം സ്പൂൺ കൊണ്ട് കോരിയിടാൻ വയ്യാത്തോണ്ട് കേട്ടോ. ഇതിനെ അതിനകത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിനെ അടച്ചിട്ട് വീണ്ടും ഉരുട്ടാം. ഞാനതിനെ വീണ്ടും എല്ലാം സെറ്റ് ചെയ്ത് ഉരുട്ടി. ദേ നമ്മുടെ കളർഫുൾ ഉണ്ടകൾ റെഡി ആയിട്ടുണ്ട് കേട്ടോ. അത് വലിയ ഉണ്ടയാണ്. പിന്നെ അതേ ചെറിയ ചെറിയ സൈസിൽ പല രൂപത്തിലും പല ഭാവത്തിലും ഒക്കെയാണ് കേട്ടോ. ഇനി നമുക്കിതേ സ്റ്റീം ചെയ്തെടുക്കാമേ. ഡെന്നൂനാണേലേ എല്ലാ മാസവും ഓരോ കളറിന്റെ ടിഫിനൊക്കെ ഉണ്ടല്ലോ. അയ്യോ, അന്നേരം തല പോയിക്കുന്നത്. കാരണം ഫുഡ് കളർ ഒന്നും നമ്മൾ ചേർക്കാത്തതുകൊണ്ട് എന്തെങ്കിലും നാച്ചുറൽ സാധനങ്ങളൊക്കെ ഉണ്ട്. ഗ്രീൻ കളർ വരുമ്പോൾ ഞാൻ പാലക്കെടുക്കും. ഇതിനല്ലെങ്കിൽ വയലറ്റ് കളർ വരുമ്പോൾ നമുക്ക് ഇതെടുക്കും. അങ്ങനെ ഓരോരോ കളറുകളാണ് കേട്ടോ. പിന്നെ നമ്മുടെ ബീട്രൂട്ട്, ക്യാരറ്റ്, എന്തെല്ലാം കളറിന്റെ പരീക്ഷണങ്ങൾ എവിടെ നടക്കുന്നത് അറിയോ? ദേ അതിനിടയ്ക്ക് എന്നപ്പം വന്നു കണ്ട് അവൻ ഒരെണ്ണം ഉണ്ടാക്കി വെച്ചിട്ട് പോയാണ്. ഇനി ഇത് നമുക്കേ സ്റ്റീം ചെയ്തെടുക്കാം കേട്ടോ. ഇത് വിട്ടിരുന്ന് സ്റ്റീം ആകട്ടെ. 10 മിനിറ്റ് വെച്ചതേ ഉള്ളൂ. നന്നായിട്ട് അത് സ്റ്റീം ഒക്കെ ആയിട്ടുണ്ട് കേട്ടോ. നമ്മുടെ കൊഴുക്കട്ട എല്ലാം റെഡി ആയിട്ടിരിക്കുന്നു. അപ്പൊ ഞാൻ ഒരെണ്ണം എടുക്കട്ടെ. ദേ നല്ല ആവി പറക്കുന്ന കൊഴുക്കട്ട. അയ്യോ ഭയങ്കര ചൂടാട്ടോ. നീ കണ്ട നല്ല ജ്യൂസി തേങ്ങാപ്പീരയൊക്കെ ഇരുന്ന് ഭയങ്കര ചൂടാണേ. ദേ ഇത് ഞാൻ പിന്നെ ചെറുതായിട്ട് മുറിച്ചു ഊതി കഴിക്കാൻ കേട്ടോ. ഇല്ല മതി കഴിക്കാൻ, നോക്കട്ടെ. അടിപൊളി, നല്ല സോഫ്റ്റ് ആയിട്ടുണ്ട് കേട്ടോ. അപ്പൊ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് പറയണേ. ശംഖുപുഷ്പം കൊണ്ടാണ്, വളരെ ഹെൽത്തിയാണ് കേട്ടോ. ഇതിപ്പോ നാട്ടിൽ ഇഷ്ടം പോലെ സുലഭമായിട്ട് കിട്ടുന്ന ഒരു കാര്യം കേട്ടോ. ഓൺലൈനിലൊക്കെ ഇതിന്റെ ആണെങ്കിൽ ഡ്രൈ ആയിട്ടുള്ളത് വാങ്ങാനും കിട്ടും. നമുക്ക് ഇനിയും പോകുമ്പോൾ അമ്മയോട് പറയണം, ഇനി ഉണക്കി വെക്കാൻ മിക്കവാറും ചീത്തളി കേൾക്കും.